18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 2019-ൽ 353 സീറ്റ് നേടിയ എൻഡിഎക്ക് ഇത്തവണ 292 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. ബിജെപിക്ക് ഒറ്റയ്ക്ക് കഴിഞ്ഞ തവണ 303 സീറ്റ് കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ കേവലം 240 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അതായത് ബിജെപിക്ക് ഒറ്റയ്ക്ക് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള സാധ്യത ഇല്ലാതായി. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും അഭിനന്ദനീയമായ വിജയം അത് അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള സമാജ്വാദി പാർട്ടി നേതാവ് അവധേഷ് കുമാറിന്റെ വിജയമാണ്. മാത്രമല്ല, വംശീയ യുദ്ധങ്ങൾ ചോരക്കളമാക്കിയ മണിപ്പൂരിലെ 2 ലോക്സഭാ സീറ്റുകളിലും ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതും കൂടി എടുത്തു പറയേണ്ട ഒന്നാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ബീഹാറിലും രാജസ്ഥാനിലും കേരളത്തിലും ഇടതുപക്ഷ പ്രതിനിധികൾക്ക് 18ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിന് ഒടുവിൽ ഇനി രാജ്യസഭയിലാണ് ഇന്ത്യ മുന്നണിയും എൻഡിഎയും കൊമ്പുകോർക്കുക. പൊതു തെരഞ്ഞെടുപ്പിന് പിന്നാലെ 7 സംസ്ഥാനങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന 10 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഇനി മത്സരം നടക്കുക. 10ൽ 7 ഭരണകക്ഷിയായ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റാണ്. 2 കോൺഗ്രസിനും 1 ആർജെഡിക്കുമുള്ളതാണ്. ഈ 10 സീറ്റുകളിൽ എത്രയെണ്ണം നിലനിർത്താൻ ഒഴിവ് വന്ന സീറ്റുകളിൽ നിലവിലെ പാർട്ടികൾക്ക് കഴിയുമെന്നതാണ് രാജ്യസഭയിലെ എംപിമാരുടെ എണ്ണത്തിൽ മുന്നണി കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒഴിവുള്ള സീറ്റുകളിൽ 2 വീതം അസം, ബീഹാർ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ത്രിപുര എന്നിവിടങ്ങളിലും 1 വീതമാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ.സി. വേണുഗോപാൽ ജയിച്ചതോടെ ഒഴിവ് വന്ന സീറ്റാണ് രാജസ്ഥാനിലേത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമാണ് നരേന്ദ്രമോദിയും ബിജെപിയും കനത്ത പോരാട്ടത്തെ ഇനി പേടിക്കാനിരിക്കുന്നത്. രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ബിജെപി നേതൃത്വത്തിലുള്ള എൻഡിഎയും ഇന്ത്യ ബ്ലോക്കും തമ്മിലുള്ള അടുത്ത പോരാട്ടമാണ് ഇനി രാജസ്ഥാനിൽ നടക്കാനിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിൽ ബിജെപി അവരുടെ രാജ്യസഭാ സീറ്റുകൾ സുഗമമായി നേടിയെടുക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലുമാണ്. എന്നാൽ മഹാരാഷ്ട്രയും ഹരിയാനയും ബിജെപിയെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് എന്നുള്ളതും വസ്തുത തന്നെയാണ്. സീറ്റൊഴിയുന്ന രാജ്യസഭാ അംഗങ്ങളിൽ 3 കേന്ദ്രമന്ത്രിമാരുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് പീയൂഷ് ഗോയൽ, മധ്യപ്രദേശിൽ നിന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ, അസമിൽ നിന്ന് സർബാനന്ദ സോനോവാൾ എന്നിവരാണ് പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ. നോർത്ത് മുംബൈയിൽ നിന്നാണ് പീയൂഷ് ഗോയൽ വിജയിച്ച് ഇക്കുറി പാർലമെന്റിലെത്തിയത്. ഗണ്യയിൽ നിന്നുള്ള എംപിയാണ് മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ. അസമിലെ ദിബ്രുവിൽ നിന്നുള്ള എംപിയാണ് സോനോവാൾ ഇക്കുറി തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിലെത്തിയത്. നിയമസഭയിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 5 സീറ്റുകൾ ബിജെപിക്ക് വലിയ അട്ടിമറി ഉണ്ടായില്ലെങ്കിൽ നിഷ്പ്രയാസം ജയിക്കാനാകുമെന്നതാണ് നിലവിലെ വസ്തുത. രാജസ്ഥാനിലെ കോൺഗ്രസ് സീറ്റ് അടക്കം നിലവിലെ നിയമസഭാ അംഗങ്ങളുടെ കണക്ക് വെച്ച് ബിജെപിക്ക് പിടിച്ചെടുക്കാനുമാകും. ബീഹാറിൽ ബിജെപിക്കും ആർജെഡിക്കും ഓരോ സീറ്റ് വീതം ലഭിക്കും. അസമിലും ത്രിപുരയിലും മധ്യപ്രദേശിലും ബിജെപിക്ക് സീറ്റ് പിടിക്കാനാവുന്ന സ്ഥിതി തന്നെയാണുള്ളത്. പക്ഷേ മഹാരാഷ്ട്രയിൽ പിളർത്തിയെടുത്തവരുടെ അടക്കം അതൃപ്തിക്ക് ഇടയിൽ കാര്യങ്ങൾ എളുപ്പമാവില്ല ബിജെപിക്ക്. ഹരിയാനയിലും കാര്യങ്ങൾ പടലപ്പിണക്കത്തിലും സഖ്യ തകർച്ചയിലുമായതിനാൽ കഷ്ടിച്ച് ഭരണത്തിൽ തൂങ്ങിക്കിടക്കുന്ന ബിജെപിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. 90 അംഗ ഹരിയാന നിയമസഭയിൽ നിലവിൽ 87 MLA-മാർ മാത്രമാണുള്ളത്. ഇതിൽ 41 പേർ ബിജെപി MLA-മാരാണ്. 29 പേർ കോൺഗ്രസ് MLA-മാരും. ബിജെപിയുമായി സഖ്യം തെറ്റിപ്പിരിഞ്ഞ ദുഷ്യന്ത് ചൗട്ടാലയുടെ JGPക്ക് 10 MLA-മാരുമുണ്ട്. സ്വതന്ത്രർ 5 പേര് ഉണ്ടെന്ന ബലത്തിലാണ് ഇതുവരെ ബിജെപി ഭരണം പിടിച്ചതെങ്കിലും ഒരു MLA-യുടെ മരണവും ഒരാൾ MLA സ്ഥാനം രാജിവെച്ച് ബിജെപിയിൽ ചേർന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് കോൺഗ്രസിനോട് തോറ്റതോടെ ആ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. ബിജെപിക്ക് ഇതോടെ കണക്ക് പ്രകാരം 43 പേരുടെ പിന്തുണയാണുള്ളത്. ബാക്കിയുള്ള MLA-മാർ പ്രതിപക്ഷത്തിനൊപ്പമായതിനാൽ 44 എണ്ണം എന്ന നിലയിൽ കോൺഗ്രസ് ആണ് മുന്നിൽ. അതിനാൽ JGP MLA-മാരെ അടർത്തിയെടുക്കാൻ ബിജെപിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസ് സീറ്റ് ഉറപ്പിക്കും. മഹാരാഷ്ട്രയിൽ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗവും NCP അജിത് പവാർ വിഭാഗവും കേന്ദ്രമന്ത്രിസഭയിൽ ബിജെപി കാര്യമായി പരിഗണിക്കാത്തതിൻ്റെ വിഷമത്തിലുമാണ്. ഈ സാഹചര്യം ഉപയോഗപ്പെടുത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് പോര് ചൂടുപിടിക്കും. രാജ്യസഭാ എംപിമാരെ സംസ്ഥാനങ്ങളിലെ MLA-മാർ തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യ പ്രക്രിയയിലൂടെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സമ്പ്രദായത്തിലൂടെയാണ്. MLA-മാർക്ക് എല്ലാ സീറ്റിലും വോട്ട് ചെയ്യാനാകില്ല. പകരം MLA-മാർ അവരവരുടെ മുൻഗണനാക്രമത്തിൽ വ്യത്യസ്ത സ്ഥാനാർത്ഥികളെ പട്ടികപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനാൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് പാർട്ടികൾക്ക് സംസ്ഥാനത്തുള്ള MLA-മാരുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും. പക്ഷേ MLA-മാർ ക്രോസ് വോട്ട് ചെയ്താൽ പിന്നെ പാർട്ടി സ്ഥാനാർത്ഥികൾ തോൽക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിലെ പടലപ്പിണക്കം 2 മാസം മുൻപ് ബിജെപി ഉപയോഗപ്പെടുത്തുകയും ആകെ ഉണ്ടായിരുന്ന സീറ്റ് ബിജെപി നേടിയെടുത്തതുമാണ്.
68 അംഗ നിയമസഭയിൽ BJPക്ക് 25 MLA-മാർ ഉണ്ടായിട്ടാണ് കോൺഗ്രസ് MLA-മാരുടെ ക്രോസ് വോട്ടിംഗിൽ BJP സ്ഥാനാർത്ഥി ഹർഷ് മഹാജൻ വിജയിച്ചത്. എളുപ്പത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് മനു സിംഗ്വി ജയിക്കേണ്ട ഇടത്താണ് ക്രോസ് വോട്ടിലൂടെ BJP ജയിച്ചു കയറിയത്.